എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകൾക്കും സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ വരുന്നത്. സംസ്ഥാനത്ത് UDF ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കുന്ന നടപടി ആരംഭിച്ചു. അതോടൊപ്പം തന്നെ ആശങ്കയോടെ കാത്തിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനിയും ഉണ്ടാകും എന്നുള്ള സൂചനകളും വന്നിട്ടുണ്ട്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നടപടി ആരംഭിച്ച് നിയുക്ത UDF സർക്കാർ. KSRTCയിൽ ജെൻഡർ ടിക്കറ്റ് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഉത്തരവ് KSRTC പുറപ്പെടുവിച്ചു. KSRTCയിൽ ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരെ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം നാളെ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് KSRTC ഡെപ്യൂട്ടി ജനറൽ മാനേജർ നിശാന്ത് S പുറത്തുവിട്ട ഉത്തരവിൽ പറയുന്നു. ATM ഉപകരണങ്ങൾ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരെ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം ശനിയാഴ്ച, അതായത് 9/5/2026 മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. ഇത് പ്രകാരം കണ്ടക്ടർ ATM ഉപകരണങ്ങൾ ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന ടിക്കറ്റിൽ സ്ത്രീയാണോ പുരുഷനാണോ നൽകിയത് എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. ഇക്കാര്യം കൃത്യമായി പാലിക്കുന്നതിന് എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ട് എന്നും ഉത്തരവിൽ പറയുന്നു. ആനുകൂല്യം നടപ്പിലാക്കുന്നതിന് മുമ്പ് സ്ത്രീ യാത്രക്കാരുടെ എണ്ണം അറിയുന്നതിന് വേണ്ടിയാണ് നാളെ മുതൽ ഈ നടപടി ആരംഭിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കും എന്നത്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വൻ ഭൂരിപക്ഷത്തോടെ വിജയം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഈ വാഗ്ദാനം നടപ്പിലാക്കും എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ മാസം 15 മുതൽ ഇത് നടപ്പിലാക്കിയേക്കും എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്ന് മുതലാണ് ഇത് നടപ്പിലാക്കുക എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. മറ്റൊന്ന്, 5 വർഷമായി സംസ്ഥാനത്തെ സ്ത്രീകൾ കാത്തിരുന്ന വീട്ടമ്മ പെൻഷൻ ഈ ഇലക്ഷന് മുന്നോടിയായി പിണറായി സർക്കാർ നടപ്പിലാക്കി. എങ്കിലും ഇലക്ഷന് വോട്ട് കിട്ടിയതിന് ശേഷം കിട്ടിയ ആളുകളെയെല്ലാം വഞ്ചിച്ചുകൊണ്ട് ഏപ്രിൽ മാസത്തിൽ അത് വിതരണം ചെയ്യാതെ കുടിശ്ശികയാക്കി ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ഇതിൽ നിരാശരായിരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസകമേകുന്ന വാർത്തകൾ വരുന്നുണ്ട്. അതായത് UDF അധികാരം ഏറ്റതിന് ശേഷം സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടർന്നും വിതരണം ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പദ്ധതി തുടരുകയോ സമാനമായിട്ട് പേര് മാറ്റി പദ്ധതി വീണ്ടും ആരംഭിക്കുകയോ ചെയ്തേക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എങ്ങനെയാണ് എങ്കിലും 35 മുതൽ 60 വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ വീണ്ടും ലഭിച്ചേക്കും എന്നുള്ളത് സൂചനകളാണുള്ളത്. പിണറായി സർക്കാർ ഇത് കൊണ്ടുവന്നു എങ്കിലും ഫെബ്രുവരിയിലും മാർച്ചിലും മാത്രം വിതരണം ചെയ്ത് പദ്ധതി നിർത്തലാക്കുന്ന സ്ഥിതിയാണുണ്ടായത്. ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്തില്ല. ഈ മെയ് മാസത്തിലും അത് കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് സൂചനകൾ. എന്നാൽ UDF അധികാരത്തിൽ വന്നതിന് ശേഷം പദ്ധതി പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടായേക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം മെയ് മാസത്തെ പെൻഷൻ വിതരണം മെയ് 25 ആരംഭിച്ചേക്കും എന്നുള്ളതും ഉണ്ട്. നേരത്തെ തന്നെ ഉത്തരവ് വന്നതുകൊണ്ട് തന്നെ അതിലൊരു വ്യത്യാസം വരാനുള്ള സാധ്യതയില്ല. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പുതിയ ധനമന്ത്രിയാണ് തുക അനുവദിക്കേണ്ടത്. 2000 രൂപ പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നതുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.